20-25 ദിവസം താന്നും കിടക്കുക. താന്ന് കിടന്നിട്ട് 25ാമത്തെ ദിവസം ഞാൻ ജോലിക്ക് ഇല്ലെന്നെങ്കിലും ഇത് പൊക്കി എടുത്തുകൊണ്ട് വെള്ളം കോരിക്കൊണ്ട് എനിക്ക് ജോലിക്കുണ്ട്. $60,000-65,000 കൊടുത്ത് ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട്. ആ വെള്ളം മേടിച്ചപ്പോഴും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് മേടിക്കുമ്പോൾ എനിക്ക് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ വെള്ളം മേടിക്കുന്നുണ്ട്. ഇപ്പം വെള്ളം മേടിക്കുന്നതിനകത്ത് എനിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ തന്നെ. ഞാനിപ്പോൾ ഇത് 6 വെള്ളം ഇവിടുന്ന് മേടിച്ചു എന്ന് പറയുന്നതും ഞാൻ പല പാർട്ടിക്ക് മേടിച്ചു കൊടുത്തതാണ്. അവരും നമ്മളുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് ഫുള്ളായിട്ട് എയറാണ്. എയർ ഉള്ളത് കൊണ്ട് ഈ വെള്ളം ഇത് പൊങ്ങിയേ കിടക്കത്തുള്ളൂ. പരിചയമില്ലാത്ത ഒരാൾക്കാണെങ്കിലും തീർച്ചയായും മാനേജ് ചെയ്യാൻ പറ്റുന്ന വലിയ കെട്ടുവെള്ളത്തെ കയറുന്നത് പോലെ നമുക്ക് ഇതേ കയറാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. ഈ വയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന്. ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ വയലും കരിമീനും അതുപോലെ തന്നെ വള്ളങ്ങളും ഒക്കെ നിറഞ്ഞ നാടാണ് നമ്മുടെ കുട്ടനാട്. മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് വള്ളങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ പ്രശസ്തമായിട്ടുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടെ കുട്ടനാട്. പണ്ടൊക്കെ തടികൾ കൊണ്ടാണ് വള്ളങ്ങൾ നിർമ്മിച്ചെങ്കിൽ ഇപ്പം ഫൈബർ കൊണ്ടാണ് വള്ളങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വള്ളം വാങ്ങിക്കണം. അതായത് ഞാൻ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കയാക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ ഒരു ചേട്ടായി ഉണ്ട്. അദ്ദേഹത്തിന് 4 പേര് കയറുന്ന മറിയാത്ത വള്ളമാണ് വേണ്ടത്. അപ്പം വള്ളങ്ങളൊക്കെ വളരെ വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ യഥാർത്ഥ കാര്യക്കാരനെ എനിക്ക് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പറ്റില്ല. സന്തോഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിലുള്ള വ്യക്തിയാണ്. നമ്മുടെ കുട്ടനാട് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും പല സ്ഥലങ്ങളിലേക്കും വള്ളങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. വളരെ വിലക്കുറവിലാണ് വള്ളങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പം ആ ഒരു ഷോപ്പിൻ്റെ സമീപത്തായിട്ടാണ് ഉള്ളത്. മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ എൻട്രി പറയുന്നതും. അപ്പോൾ നമുക്ക് നേരെ പോകാം ആ ഷോപ്പിലേക്ക്. കുറേയധികം വിശേഷങ്ങൾ കാണാം. ഇവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വള്ളങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കയാക്ക്, സ്പോർട്സ് കയാക്ക് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങളുടെ ആവശ്യ അനുസരണം നിങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിർമ്മിച്ച് നൽകുന്നതാണ്. മറ്റുള്ള സമീപത്തെ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കുറേ ആൾക്കാർ പറഞ്ഞതാണ് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് എന്താണ് റേറ്റ് പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതി മുതൽ വലിയ രീതിയിലും ഇടത്തരം രീതിയിലൊക്കെ വള്ളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പം ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോ കാരണം ഉണ്ടാകേണ്ടെന്ന് കരുതിയിട്ടാണ് റേറ്റ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേട്ടായുടെ നമ്പർ, സന്തോഷ് ചേട്ടായുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേട്ടായി വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വള്ളം എടുത്താൽ മതി. അല്ലാതെ ഞാൻ നിർബന്ധിക്കത്തില്ല ഒരിക്കലും. നമ്മുടെ വീഡിയോയിലൂടെ ഇപ്പം എനിക്ക് താല്പര്യമായിട്ട് തോന്നി തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വള്ളം വാങ്ങിക്കാൻ വേണ്ടി വന്നതും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് നേരെ പോകാം ഇന്നത്തെ കുട്ടനാട്ടിലെ മനോഹരമായിട്ടുള്ള വീഡിയോ കാഴ്ചകളിലേക്ക്. ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, മനോഹരമായിട്ടുള്ള കാഴ്ച. ഒരാൾക്ക് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് കൊണ്ട് കരയോട്ട് വെച്ചുകൊണ്ട് പോയി കിടന്നുറങ്ങാം. മറ്റേന്ന് പറയുമ്പോൾ 2 പേര് ആഞ്ഞു പിടിക്കണം. ഞങ്ങൾ പാടാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ അധിക വള്ളങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള വള്ളങ്ങളുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ സന്തോഷേട്ടൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് സ്പോർട്സ് ചെയ്യാൻ പറ്റുന്ന വള്ളങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ മറിയാത്ത വള്ളങ്ങളുണ്ട്, മറിയുന്ന വള്ളങ്ങളുണ്ട്, താറാവ് വള്ളങ്ങളുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള വള്ളങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. അതുപോലെ നമ്മൾ എടുക്കാൻ പോകുന്ന വള്ളവും ഇവിടെ റെഡിയായിട്ടുണ്ട്. കയാക്ക് റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാണാം. നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പം എനിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു വള്ളമാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇനി കാണാനുണ്ട്. നമ്മുടെ മീൻപിടുത്ത വിശേഷങ്ങളൊക്കെ, ഈ വള്ളത്തിലെ മീൻപിടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും. ചേട്ടായി, പിന്നെ ചേട്ടായി പറഞ്ഞ രീതിയിൽ പണിഞ്ഞൊരു വള്ളമാണിത്. അപ്പം ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഈ സൈഡിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അതിനെ കുറിച്ച് പറയാം. ഇതിവിടെ നമ്മൾ വല വാങ്ങി വെക്കാനുള്ള സ്ഥലമാണ്. പുഴയിലെ പണിക്ക് പോകുമ്പോൾ വല എടുത്ത് വെക്കാനുള്ള സ്ഥലം ഇതാണ്. ഇവിടെ വല വെക്കുന്ന വെള്ളം നമ്മൾ വെള്ളം അങ്ങോട്ട് പോകാതിരിക്കാനും നമ്മൾ പിടിക്കുന്ന മീൻ
സുരക്ഷിതം, എല്ലാത്തിനും സുരക്ഷിതം. അവിടെ ഇരിക്കുന്ന ആൾക്കും എല്ലാത്തിനും സുരക്ഷിതമായിട്ടാണ് നമ്മളിത് ഈ സെന്റർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് വള്ളത്തിന് ഏറ്റവും നല്ലത്. അതായത് മീൻ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്ത് നമ്മളിവിടെ നിന്നാണ് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. വള്ളത്തിലെ മീൻ പിടുത്തം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. മീൻ വെക്കുന്നതും അല്ലാതെ അപ്പുറത്താണ്. അപ്പൊ അതിൻ്റെതായ ഒരു സ്ഥലമാണ് കൂടെ തേക്കുന്നത്. വെള്ളം അങ്ങോട്ട് പോകാൻ മത്സ്യത്തൊഴിലാളിയാണ്. കാഞ്ഞിരോട്ട് കായലിൽ മീൻ പിടിക്കുന്നവരാണ്. പിന്നെ ഇതിപ്പോ ഇത്ര ഈ ഇടം തന്നെ ചെയ്യണം. ഈ വള്ളത്തിന്റെ ഈ കൊമ്പ് പടി വേണ്ട, ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ ആ ഒരു വള്ളത്തിനെന്ന് പറയുമ്പോൾ 2 പടിയുടെ ആവശ്യമുള്ളൂ. ഇതാണ് ഇതിന്റെ മോഡൽ. ചേട്ടായുടെ വീട് എവിടെയാണ്? എന്റെ വീട് ഇത് ഫർണിക്ക, ശാസ്താംകോട്ട ഫർണിക്ക. നിങ്ങൾ കൂടുതലായിട്ടും വള്ളങ്ങളൊക്കെ ഇവിടുന്നാണ്? വള്ളം ഇവിടുന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ 6ാമത്തെ വള്ളം മേടിക്കുന്നത്. 6ാമത്തെ വള്ളമാണ് വാങ്ങിക്കുന്നത്. ഓരോരുത്തർക്കും മേടിച്ചു എടുക്കുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതുപോലുള്ള സ്ഥാപനമാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത്. വള്ളം മേടിച്ചവരെല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവർക്കെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സന്തോഷേട്ടനെ പരിചയപ്പെട്ടില്ല. സന്തോഷേട്ടൻ അന്ന് ഇല്ലായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ സന്തോഷേട്ടൻ്റെ ചോദിക്കുകയാണ്, ഓരോ വള്ളങ്ങൾ സന്തോഷേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. ഇതെന്താണ് ഈ സംഭവം? ഇത് നമുക്ക് കയാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആവശ്യത്തിനാണ് ഈ കയാക്ക് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ ടൂറിസ്റ്റ് മേഖലകളിൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മറിക്കില്ലേ വള്ളം. ഇത് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടയ്ക്ക് പോകുന്നവർ ഫിഷ് കയാക്ക് എന്നും പറയാം. നമുക്ക് അങ്ങനെ 2 ആവശ്യങ്ങൾക്കാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഡബിൾസ് ആണ്, 2 പേർക്ക് പോകുന്നത് അല്ലേ? 2 ആളുകൾ പോകുന്നതാണ്. 2 ആളുകൾക്ക് 2 ടൂറിസ്റ്റുകൾക്കോ 2 ചൂണ്ടക്കാർക്കോ ഈ വള്ളത്തെ യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കയാക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ വള്ളങ്ങളുണ്ട് അല്ലേ? അതെ. വള്ളങ്ങൾ, ഫിഷ് ടാങ്കുകൾ, ഫൈബർ ഡോറുകൾ, അങ്ങനെയുള്ള വർക്കുകൾ. കാര്യം സീസൺ ടൈമിനനുസരിച്ചാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. കാര്യം ഇപ്പം കയാക്കുകളുടെ ടൈമാണ്. കയാക്ക് അതുപോലെ തന്നെ നമ്മുടെ വള്ളങ്ങൾ, ചെറു വള്ളങ്ങൾ, അതുപോലെ തന്നെ മത്സ്യ കർഷകർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ടാങ്കുകളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. അത് ഫൈബർ വെച്ചിട്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം സന്തോഷേട്ടാ, ഇതിപ്പോ ഒരാൾക്ക് തുഴയുന്ന ഇത് നമ്മൾ നേരത്തെ കണ്ട 2 ആളുടെ കയാക്കിന്റെ സിംഗിൾ കയാക്ക് നേരത്തെ നമ്മൾ കണ്ടത്. ഇത് സിംഗിൾ ആയിട്ട് ഒരാൾക്ക് ചൂണ്ടയ്ക്ക് പോകുമോ അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുമോ അല്ലെങ്കിൽ തുഴയാനായിട്ട് എന്താവശ്യത്തിനാണ് പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാൻ, വെള്ളത്തിൽ പരിചയമില്ലാത്ത പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വള്ളമാണ്. മറിക്കില്ല. ഇത് മറിയില്ല എന്ന് മാത്രമല്ല, ഈ സാധനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും കൂടെ ചെയ്യും. വെള്ളത്തിൽ പൊന്തി കിടക്കും. കാര്യം ഇത് ശരിക്കും അടിയും ഇതിനകത്ത് ഫുള്ളായിട്ട് എയറാണ്. എയർ ഉള്ളത് കൊണ്ട് ഈ വെള്ളം ഇത് പൊങ്ങിയേ കിടക്കത്തുള്ളൂ. പരിചയമില്ലാത്ത ഒരാൾക്കാണെങ്കിലും തീർച്ചയായും വലിയ കെട്ടുവള്ളത്തെ കയറുന്നത് പോലെ നമുക്ക് ഇതേ കയറാം. വള്ളത്തെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് ഇതായിട്ട് കയറാൻ പറ്റുന്നതാണ്. നമ്മുടെ മറിക്കാത്ത ടൈപ്പിലെ ഒരു വള്ളമാണ്. നിങ്ങൾക്ക് ഇതിന്റെ അടിവശത്തെ വീതി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് ഏകദേശം 2.25 അടി നീളത്തോളം ഇതിന്റെ വീതി വരുന്നുണ്ട്. ഈ വീതി ഇതിന്റെ നീളം 18 അടി നീളത്തോളം വരുന്നുണ്ട്. ഇതിന്റെ തന്നെ പല രീതിയിലുള്ള നീളം കുറഞ്ഞതും കൂടിയതുമായിട്ടുണ്ട്. നമുക്ക് 21 അടി നീളത്തിലുള്ള വള്ളങ്ങളുണ്ട്, 18 അടി നീളമുള്ള വള്ളമുണ്ട്, ഇതിന്റെ തന്നെ 16 അടി നീളമുള്ള വള്ളമുണ്ട്. അപ്പം നീളവും വീതിയും അതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ആവശ്യക്കാരൻ ഒരാൾ പറയുകയാണ്, ആ രീതിയിൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഏത് രീതി പറഞ്ഞാലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ഒരു വർക്കുകളൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മോൾഡൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്തു വരാം. ഈ വെള്ളത്തിൽ ശരിക്കും മാക്സിമം എത്ര പേർ കയറാൻ പറ്റും? ഇത് നമ്മൾ 5 പേരാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം സാധാരണ പരിചയമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും 5 പേര് കയറും. പരിചയം കുറവുള്ളവരും വെയിറ്റ് കൂടിയ കാര്യം 100 കിലോ വെയിറ്റ് അല്ലെങ്കിൽ 80 കിലോ 90 കിലോ വെയിറ്റ് മേലോട്ട് പോകുമ്പോഴത്തേക്ക് അതനുസരിച്ച് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കൂടുതലായിട്ടും ആവശ്യമുള്ളത് ഏത് തരത്തിലുള്ള വള്ളങ്ങളാണ്? ഈ 18 അടി 16 അടി 21 അടി നീളത്തിലുള്ളതും അടിപ്പരപ്പ് കൂടിയ വള്ളങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. കാരണം നമ്മളെ ഈ സ്ഥലത്തുനിന്ന് മാത്രമല്ല, ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഇടുക്കിയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ശരിക്കും ഈ എന്താ പറയുക, കുളങ്ങളിലിടാനും അതുപോലെ ഈ കൃഷി ആവശ്യത്തിന് കുളങ്ങളിലിടാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾ കൊണ്ടുപോകുന്ന കാരണം വള്ളത്തിന് ഒത്തിരി നീളത്തിൻ്റെ ആവശ്യമില്ല. അടിപ്പരപ്പ് കൂടുതൽ വേണം താൻ ഈ ആമ്പൽ പറിക്കാനേ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ. നമുക്ക് മത്സ്യ കർഷകരൊക്കെ കൂടുതലായിട്ടും ചെറിയ വള്ളങ്ങളുടെ ആവശ്യമാണ് അവർക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ ഇവിടുത്തെ സാധാരണക്കാരായ മത്സ്യ കർഷകർ ശരിക്കും അടിപ്പരപ്പ് കുറഞ്ഞതും നീളം കൂടിയ കൊമ്പ് പൊങ്ങിയതുമായിട്ടുള്ള വള്ളങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. കാരണം ഇതിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വേഗത കിട്ടാൻ ഉപയോഗിക്കും. അതുപോലെ അത് ആ തരത്തിലുള്ള ഒരു വള്ളമാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ പറയുന്ന നിറത്തിലും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറയുന്ന ഏത് നിറത്തിലും. കാര്യം ഞങ്ങളുടെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയ്ക്കകത്ത് അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കാണും. കാര്യം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ തിരക്ക് ടൈം ആയതുകൊണ്ട് വള്ളം വന്ന് കയറി പോകുന്നത് കൊണ്ടാണ് നമുക്ക് അതിങ്ങനെ കളർഫുള്ളായിട്ടുള്ള വള്ളങ്ങളൊന്നും ഇവിടെ ഇരിപ്പില്ലാത്ത. കാര്യം എന്താ പറയുക, ഏത് നിറത്തിലും ഇഷ്ടമുള്ള കസ്റ്റമറുടെ ഇഷ്ടത്തിനാണ്. അതുപോലെ തന്നെ നിറം എന്ന് പറഞ്ഞാൽ നമുക്ക് തടി ഡിസൈനുകൾ ചെയ്യാൻ പറ്റും. കാര്യം തേക്ക്, ഈട്ടി, ആഞ്ഞിലി, മഹാഗണി അങ്ങനെ വരച്ച് വരെ നമ്മളിവിടെ ഫൈബർ വള്ളങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളുടെ കനായിങ് ബോട്ടാണ്. സ്പോർട്സ് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പ്രയാസമാണ്. കാര്യം ഇതിന് ആ രീതിയിലുള്ള പരിശീലനം കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഈ കനാക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മറിയാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇതിപ്പം ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാര്യം ഓർഡർ അനുസരിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ചെയ്ത് വെക്കാറില്ല സാധാരണ.
പിന്നെ ഇത് ഡബിൾസ് ആണ്, രണ്ടാളുകൾ തുഴയുന്ന സാധനമാണ്. പിന്നെ ഇതിൻ്റെ 2 സ്ഥലങ്ങളും പൊള്ളയായിട്ട് കിടക്കുന്നതാണ്. ഇത് ചെറിയ ഒരു വെയിറ്റ് മാത്രമാണ്, മാക്സിമം ഇത് വെയിറ്റ് കുറച്ചാണ് ഈ സാധനം പണിയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പോർട്സിന് ഉപയോഗിക്കുന്നതായതുകൊണ്ട് മാക്സിമം സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ തീരെ വെയിറ്റ് കുറഞ്ഞ കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് പൊക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ വിരലയിൽ ഇങ്ങനെ പൊങ്ങി വരാനുള്ളതേ ഉള്ളൂ. മനസ്സിലായി? തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന വെള്ളത്തിൽ എത്ര പേർക്ക് കയറാൻ പറ്റുന്ന ഇത് നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേര് 7 പേര് ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ നമുക്ക് ഏറ്റവും അടിപ്പരപ്പ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അടിപ്പരപ്പ് എന്ന് പറഞ്ഞാൽ 3.5 അടി വീതി. 3.5 അടി വീതി എന്ന് പറഞ്ഞാൽ നല്ലൊരു വീതിയാണ്. 3.5 അടി വീതി 20 അടി നീളത്തിലുള്ള ഒരു വെള്ളമാണല്ലേ? അതെ, കൂടുതലായിട്ട് പോകാറുള്ളൊരു വെള്ളമാണ്. അതെ, തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് പോകാറുള്ള ഒരു വെള്ളമാണ്. ഇപ്പുറത്തായിട്ട് കാണുന്ന വെള്ളം മറിയുന്ന വെള്ളം, ചെറിയ വെള്ളമാണ്. ചെറിയ വെള്ളം മറിയും എന്ന് പറഞ്ഞാൽ ബാലൻസ് കുറവുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് കൈകാര്യം ചെയ്യാൻ. എന്നാൽ ഒരാഴ്ച കൊണ്ട് ബാലൻസ് ആയി വരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 2 ആൾ പോകുന്നതാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ ഇനി മറിയുന്ന വെള്ളങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു. മറിയുന്ന വെള്ളം, ഈ താറാവെള്ളമൊക്കെ മറിയാൻ സാധ്യത വളരെ കൂടുതലാണ്. താറാവെള്ളം അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താറാവെള്ളം കാര്യം ഒരാൾ കയറുന്ന വെള്ളം എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ കസ്റ്റമറോട് പറയാറുണ്ട്, ഒരാൾ കയറുന്ന വെള്ളം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ചെറിയ വെള്ളമാണത്. അത് അത്രയ്ക്ക് പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ആ വെള്ളത്തിൽ കയറി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് കയാക്കൊക്കെ ചെയ്യുന്ന അച്ചാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവെള്ളമാണ്. താറാവ് വെള്ളം എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ താറാവുകാർക്ക് ഉപയോഗിക്കാനാണ് ഏറ്റവും കാര്യം. അത്രയ്ക്ക് താറാവ് അടിച്ച് പരിചയമുള്ള ആൾക്കാർ നമ്മൾ ഒരാൾ കയറുമ്പോൾ പോലും ഇതിന് ഏകദേശം വെള്ളത്തിന് ഇത്ര ലെവലുകൾ കിടക്കാറുണ്ട്. നിന്നുകൊണ്ട് തന്നെയാണ്, ഇരുന്നുകൊണ്ടൊന്നുമല്ല. പടിയില്ല, ഇത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം അവർ ഉപയോഗിക്കാറുള്ളത്. താറാവ് വെള്ളം എന്ന് പറയുന്ന സാധനം നിന്നുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. കാര്യം കഴുക്കോല് കുത്തിയാണ് ഈ വെള്ളം തുഴയുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് ഇത് നമ്മളുടെ സിംഗിൾസിന്റെ കയാക്കാണ്. കയാക്കാണ്, ഒരാൾ മാത്രം ഉപയോഗിക്കുന്ന കയാക്കാണിത്. ഇതും പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ, ഇതിലൊക്കെ നല്ല പരിശീലനം ഉള്ളവർക്ക് മാത്രമേ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിൽ എന്ന് പറയുമ്പോൾ കയാക്കും വള്ളങ്ങളും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ എന്തുമാത്രം രീതിയിലുള്ള അച്ചുകൾ ഇരിപ്പുണ്ട്? ഇവിടെ അച്ചുകൾ ഒത്തിരി ഉണ്ട്. കാര്യം ഞങ്ങളുടെ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനങ്ങൾ അപ്പുറത്ത് നെടുമുടിയിലുണ്ട്. അപ്പം സീസൺ അനുസരിച്ചാണ് നമ്മൾ അച്ചുകൾ എടുത്ത് വയ്ക്കാറുള്ളത്. കാര്യം ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ടൈം ആയതുകൊണ്ട്, അല്ലെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണ് നമ്മൾ വള്ളത്തിൻ്റെ പരിപാടികൾ കൂടുതൽ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫൈബർ ഡോറുകൾ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാനുള്ള ഫൈബർ ഡോറുകളെ, അതുപോലെ തന്നെ ഫിഷ് ടാങ്കുകളെ, പിന്നെ ഡസ്റ്റ്ബിൻ ബോക്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റാബിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മോൾഡുകളും ഉണ്ട്. ഇവിടുത്തെ മോൾഡിൻ്റെ സ്ഥല സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഇവിടുത്തെ മോൾഡ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ അപ്പുറത്തെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വള്ളങ്ങൾ നിർമ്മിക്കുന്ന സെക്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചേട്ടാ, ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇത് നമ്മൾ റെസിൻ കോട്ടിങ് കൊടുക്കുവാണ്. ഇത് ഇരുത്തുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിൻ്റെ 2ാമത്തെ ഘട്ടമാണ്. കോട്ടിങ് അടിച്ച് പൊട്ടിയിട്ട് അതിനകത്ത് നമ്മൾ ബബിള് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ആ തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൈ ആണോ? അല്ല, ഇതാണ് റെസിൻ കോട്ടിങ് ആണ് സാധനം. അതിന്റെ മുകളിലായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതിന്റെ മുകളിൽ നമ്മൾ പിന്നെ ആ ലെയർ ഇടുന്നുണ്ട്, ഒരു ലെയർ ഇടുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു മാറ്റുണ്ട്. അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പട്ട ഇടുന്നത്. നമ്മൾ ഫൈബറിന്റെ തന്നെയാണ് പട്ട ഇടുന്നത്. അല്ല ഇരുമ്പോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. തടി ഐറ്റംസിനകത്ത് ബോണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നില്ല. ഇരുമ്പിന്റെ ഐറ്റംസ് ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോ ചേട്ടായി ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു വള്ളം നിർമ്മിക്കുന്നത്? വെള്ളത്തിന് 2 പീസുകളാണ്. എന്നിട്ട് പിന്നെ അത് ജോയിൻ ചെയ്യും അല്ലേ? ഓക്കെ. ഇതിപ്പോ വലിയ വെള്ളമാണ്. വലിയ വെള്ളമാണ്. ഇതിനകത്ത് 6 പേര് നമുക്ക് പരിചയമുള്ളവരാണ്. 6 പേരിനകത്ത് കയറിപ്പോ 6 പേർക്ക് കയറാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മുടെ ചേട്ടായിയൊക്കെ വള്ളം നിർമ്മാണത്തിന്റെ തിരക്കിലാണ്. ബുദ്ധിമുട്ടിക്കുന്നില്ല, പരിപാടിയൊക്കെ നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, വെൽക്കം. ചേട്ടാ, ഇപ്പം കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ വള്ളങ്ങളാണ്. പണ്ടെന്ന് പറയുമ്പോൾ തടി വള്ളങ്ങളായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫൈബർ വള്ളങ്ങൾ ഒരുപാട് ഗുണകരമാവുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഗുണകരം ഞാൻ പറഞ്ഞുതരാം. ഗുണകരം എന്ന് പറയുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത്, ഞാൻ പന്നിക്കാവ് ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. പന്നിക്കാവ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജംഗ്ഷനിലല്ല താമസിക്കുന്നത്, ജംഗ്ഷന് അനുബന്ധപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നത്. എനിക്ക് അവിടെ വള്ളം പിടിച്ചു കയറ്റാൻ സൗകര്യവും സ്ഥലങ്ങളും ഒന്നുമില്ല. ഞാൻ ജോലി എടുക്കുന്ന ആലുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ വള്ളം വിട്ടേക്കാണ്. അപ്പം വള്ളം വെള്ളത്തിൽ കിടക്കാം, പിടിച്ചു കയറ്റാം, പല രീതിയിലും കിടക്കാം. ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഈ വള്ളം കാണുന്നത്. അപ്പം അത്രയും ദിവസം വരെ ഇത് ഫൈബർ വള്ളം ആകുന്നതിൻ്റെ പേര് വെള്ളത്തിൽ താന്ന് കിടന്നിട്ട് 10 ദിവസം വെള്ളത്തിൽ താന്ന് കിടക്കുക. 10 ദിവസം താന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഞാനിത് ചെന്ന് പൊക്കി എടുക്കുമ്പോഴേ വള്ളമായിട്ട് തന്നെ അവിടെ ഉണ്ട്. തടിവെള്ളമാണെങ്കിൽ ഇത് പൊക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മിക്കവാറും കുറച്ച് ഭാഗങ്ങൾ കവിഞ്ഞു പോകും, നശിച്ചു പോകും. കയറുകൊണ്ടല്ലേ കെട്ടുന്ന തടി? സൈഡ് അത് ചകരിയിട്ട് കെട്ടുകയും കയറിട്ട് കെട്ടുകയും ചെയ്യുന്ന വെള്ളമല്ല. റോപ്പിട്ട് കെട്ടാൻ ചകരിട്ടിട്ട് എങ്ങനെ കെട്ടിയാലും അത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് വെള്ളത്തിൽ കിടക്കുന്ന പ്രശ്നമാണ്. ഇതിപ്പം വെള്ളത്തിൽ ഒരു 10-25 ദിവസം താന്നും കിടക്കുക.
താന്ന് കിടന്നിട്ട് 25-ാമത്തെ ദിവസം ഞാൻ ജോലിക്ക് ഇല്ലെന്നെങ്കിലും ഇത് പൊക്കി എടുത്തുകൊണ്ട് വെള്ളം കോരിക്കൊണ്ട് എനിക്ക് ജോലിക്കുണ്ടോ. ഇതാണ് ഫൈബറിന്റെ പ്രത്യേകത. മറ്റേ തടിവെള്ളവും ഇതുമായിട്ട് കണ്ടാലും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ മെയിൻ്റെനൻസും പാടാണ് തടിവെള്ളത്തിന്റെ അല്ലേ? തടിവെള്ളത്തിന് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷങ്ങളിലും നമ്മൾ ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ വെള്ളത്തിന് എണ്ണ കൊടുക്കുന്നത്, പിന്നെ അതിന്റെ കെട്ട് കാര്യങ്ങൾ ലീക്ക് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് അതിന് തന്നെ ഒരു 10,000 രൂപയ്ക്ക് കൂടുതൽ ചിലവ് വരും. പിന്നെ ഞാൻ ജോലിക്ക് പോകാതെ നിൽക്കുന്നതും കൂടെ കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് പട്ടിണിയുമായി. അതെ, മനസ്സിലായി. ഒറ്റയ്ക്ക് നമുക്ക് പൊക്കി കയറ്റാനും പിടിക്കാനും വരെ പറ്റും അല്ലേ? ഇതാകുമ്പോ പറ്റും. മറ്റേത് അങ്ങനെയല്ല. എല്ലാ ദിവസവും വെള്ളം പിടിച്ച് കര കയറ്റി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെ വെള്ളം കുറച്ച് വൃത്തിയാക്കിയിട്ട് കമത്തിയിട്ട് ഈ വെള്ളം ഉണക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം നിലനിൽക്കത്തുള്ളൂ. അതെ, ചേട്ടായി ഇപ്പം പറയുന്ന ചേട്ടായുടെ അനുഭവമാണ്. ചേട്ടായി തടിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള 60,000 രൂപ കൊടുത്ത് ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട്. 60,000 65,000 രൂപ കൊടുത്ത് ഞാൻ വെള്ളം മേടിച്ചിട്ടുണ്ട്. ആ വെള്ളം മേടിച്ചപ്പോഴും എൻ്റെ അനുഭവമാണ് ഞാൻ പറയാറ്. ഇപ്പൊ ഇത് മേടിക്കുമ്പോൾ എനിക്ക് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഇപ്പൊ ഈ വെള്ളം മേടിക്കുന്നുണ്ട്. ഇപ്പം വെള്ളം മേടിക്കുന്നതിനകത്ത് എനിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ തന്നെ. ഞാനിപ്പോ ഇത് 6 വെള്ളം ഇവിടുന്ന് മേടിച്ചു എന്ന് പറയുന്നതും ഞാൻ പല പാർട്ടിക്ക് മേടിച്ചു കൊടുത്തതാണ്. അവരും നമ്മളുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല, അവർ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. ഈ ഒരു വെള്ളത്തിലൊക്കെ തന്നെ ഒരു 6 ആൾ അപ്പുറം ഇപ്പുറം ഒക്കെ യാത്രയായി ഇതിനകത്തിരുന്നുണ്ട് യാത്രയല്ലേ. ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് വേണം ചരിത്രം. കാരണം ഇതിന്റെ ഫേസ് അങ്ങനെയാണ് ഇത് നിരപ്പാണ് ചെയ്തേക്കുന്നത്. അതിന്റെ പേര് നമുക്ക് ഈ വെള്ളം അറിയത്തില്ല. അപ്പൊ നമ്മുടെ വള്ളം നമ്മുടെ ചേട്ടായി ഇപ്പൊ നമ്മളോട് സംസാരിച്ച ചേട്ടായിയുടെ വള്ളമാണ് അവർ കൊണ്ടുവന്നത്. നമ്മുടെ ചേട്ടായി എടുത്ത വെള്ളം എന്ന് പറയുമ്പം ഇതാണ്. ഇതൊരു 4-5 പേർക്കൊക്കെ കയറാം, സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന നല്ലൊരു വെള്ളമാണ്. ഈ വെള്ളമാണ് നമ്മൾ ചേട്ടായി എടുത്തിരിക്കുന്നത്. നമ്മുടെ കയാക്ക് തൊട്ടപ്പുറത്തായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ കയാക്കിൻ്റെ തുഴയൊക്കെ വാങ്ങിക്കണം. നമ്മുടെ വെള്ളം അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെയുള്ള വെള്ളമാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ വെള്ളം. ഇതിപ്പം പുള്ളിയുടെ ആവശ്യം എന്ന് പറയാൻ പുള്ളിക്ക് അത്യാവശ്യം മീനും പിടിക്കണം, അതുപോലെ തന്നെ ഈ പശുവിന് പുല്ലൊക്കെ ചെത്താൻ വേണ്ടി പോകണം. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു വെള്ളം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു, ഇതങ്ങ് എടുത്തു. ഇനി കയാക്കിൻ്റെ കളികളാണ്. കയാക്കിൻ്റെ മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റുവാണ്. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ്റെ സ്ഥാപനത്തിൽ നിന്ന് നമ്മളെടുത്ത വള്ളങ്ങളാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി നമ്മളിനി നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും സന്തോഷേട്ടൻ്റെ കോൺടാക്റ്റ് വിവരങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ വള്ളങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വള്ളങ്ങളും കയാക്കും ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സന്തോഷേട്ടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ചെറിയ ബെൽ ബട്ടൺ നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണാണ്. ആ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത അധ്യായത്തിൽ നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.